നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് COA ഇന്ന് സംസ്ഥാനത്ത് കരിദിനം ആചരിച്ചു. തുടർന്ന് ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. ഇന്ന് ചേർന്ന യോഗത്തിൽ ഭരണപക്ഷത്തെ അംഗങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ക്യാറം തികയാത്തതിനാലാണ് അവിശ്വാസ പ്രമേയം തള്ളിയത്. അതേസമയം വൈസ് പ്രസിഡന്റിനെതിരെ LDF സമർപ്പിച്ച അവിശ്വാസം നാളെ ചർച്ചയ്ക്കെടുക്കും. സെപ്റ്റിക് ടാങ്കിൽ വീണ ആനക്കുട്ടിയെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി. ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ആനക്കുട്ടിയെ പുറത്തെത്തിച്ചു. ആതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടാനക്കൂട്ടത്തോടൊപ്പം പോകുന്നതിനിടയിൽ ആനക്കുട്ടി വീണത്. വനപാലകർ ആനക്കുട്ടിയെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും രക്ഷപ്പെടുത്തി. പടിഞ്ഞാറെ വെമ്പലൂർ കൂനിയാറ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. പുത്തൂർ ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിന് ശേഷം ചമയങ്ങൾ അഴിക്കുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. ക്ഷേത്രത്തിന് മുൻപിലെ ആനപ്പന്തൽ കുത്തിമറിച്ചിട്ടു. പ്രമാദമായ അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ വിധിച്ചത്. മറ്റു 2 കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം തടവും പ്രതി അനുഭവിക്കണം. കേസിലെ വിവിധ വകുപ്പുകളിൽ 4,10,000 രൂപ പിഴയും ബാബു അടയ്ക്കണം. എറണാകുളം ജില്ലാ സ്പെഷ്യൽ കോടതി ജഡ്ജി K. സോമനാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. കരൂർ സഹകരണ ബാങ്കിന് മുന്നിൽ തന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്ഥിര നിക്ഷേപം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത ജോഷിക്ക് സ്ഥിര നിക്ഷേപം പലിശ സഹിതം 28 ലക്ഷം രൂപ ബാങ്കിന്റെ നിലവിലെ ഭരണസമിതി ചെക്കായി നൽകി. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുകയ്ക്ക് 3 മാസത്തിനുള്ളിൽ ഒരു തീയതി നിശ്ചയിച്ച് നാളെ തന്നെ ചെക്ക് നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് ജോഷി പ്രതികരിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 5 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. സൈനുമോൻ എന്ന ബോട്ടാണ് മുനക്കക്കടവ് ഭാഗത്ത് കടലിൽ കുടുങ്ങിയത്. അഴിക്കോട് ഫിഷറീസ് റെസ്ക്യൂ ടീമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹരിജ് സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്ന് 3 മാസം കഴിഞ്ഞിട്ടും പ്രതികൾ സുരക്ഷിതരെന്ന് ആരോപണം. സംസ്ഥാന പോലീസ് പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്ന് ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ രംഗത്തെത്തി. അതിനിടെ പ്രതികൾക്കായി ED ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കാർഷിക യന്ത്ര സാമഗ്രികൾ സമയബന്ധിതമായി ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിൽ. കൊയ്ത്ത് മെഷീനും നടീൽ യന്ത്രവും വിട്ടു നൽകാത്തതാണ് കർഷകർക്ക് ദുരിതമാകുന്നത്. അന്നമനട പഴുപ്പാട് പാടശേഖരത്തിലെ കർഷകർ ഇതുമൂലം പ്രതിഷേധത്തിലാണ്. മെത്തല CPM ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ സമർപ്പണം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് കുമാരി മഞ്ജുഷയ്ക്ക് താക്കോൽ നൽകി നിർവഹിച്ചു. KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. PK ചന്ദ്രശേഖരൻ, KR ജൈത്രൻ, അമ്പാടി വേണു, മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, MK സഗീർ, VK ബാലചന്ദ്രൻ, രാധിക, അലീമ എന്നിവർ പ്രസംഗിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു.